മെയ് 25 ഞായറാഴ്ച അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നിലമ്പൂരിലേക്ക് ചുരുങ്ങിയിരിക്കുകയായിരുന്നു കേരള രാഷ്ട്രീയം. കഴിഞ്ഞ 23 ദിവസമായി അവിടെ തമ്പടിച്ചിരിക്കുകയായിരുന്നു കേരള രാഷ്ട്രീയം. എല്ലാവരും ഉറ്റുനോക്കുന്നത് നിലമ്പൂരിലേക്കായിരുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും MP-മാരും പ്രതിപക്ഷ നേതാവും UDF ക്യാമ്പിന്റെ മറ്റു പ്രമുഖ നേതാക്കൾ എല്ലാവരും തമ്പടിച്ചു നടത്തിയ 23 ദിവസത്തെ പരസ്യ പ്രചരണം അവസാനിക്കാൻ ഇനി 5 മിനിറ്റ് മാത്രം അവശേഷിക്കുന്നു. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിക്കാൻ 5 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. ആവേശം കൊടുമുടി കയറിയതായിപ്പോൾ ഇങ്ങനെ അവസാനത്തിലേക്ക് ഇങ്ങനെ കൊടിയിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആവേശത്തിന്റെ പാരമ്യത്തിലായിരുന്നു നിലമ്പൂർ കഴിഞ്ഞ ദിവസങ്ങളിൽ. അതിതീവ്ര മഴയെയും അവഗണിച്ചുകൊണ്ടുള്ള അതിലും തീവ്രമായ പ്രചരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നിലമ്പൂർ കണ്ടു. ഏറ്റവും അവസാനം ഇപ്പോൾ പരസ്യ പ്രചരണം അവസാനിക്കുന്ന കൊട്ടിക്കലാശം നടക്കുന്ന സമയത്ത് പോലും മഴ എത്തിയെങ്കിലും അതിനെയും അവഗണിച്ച് ആവേശം അവിടെ അലതല്ലിയ മണിക്കൂറുകൾ കടന്നു പോവുകയാണ്. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ പരസ്യ പ്രചരണം അവസാനിക്കാൻ. ഇപ്പോഴും ഓരോ പ്രവർത്തകർക്കും കൈകൊടുത്തും അവരോട് വോട്ട് അഭ്യർത്ഥിച്ചും അവരോട് കൈവീശി കാണിച്ചും നേതാക്കൾ കളം നിറഞ്ഞിരിക്കുകയാണ്. കൊടിതോരണങ്ങൾ ഉയർന്നു പറക്കുന്നത് നമുക്ക് കാണാം. വലിയ രീതിയിലുള്ള ആവേശം നിലമ്പൂരിൽ. ഒരു പ്രവചനവും സാധ്യമല്ലാത്ത വിധത്തിൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് രംഗം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പ്രവചനവും ഒരു മുന്നണിക്കും നടത്താൻ പറ്റാത്ത രീതിയിൽ, ഒരു സെഫോളജിസ്റ്റുകൾക്ക് പോലും പ്രവചനം അസാധ്യമാകുന്ന തരത്തിൽ നിലമ്പൂരിൽ പ്രചരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ആ രീതിയിൽ ആർക്കും വിജയം അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിൽ, ആർക്കും മേൽക്കൈ അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തിൽ മുന്നണികൾ ഏറ്റുമുട്ടുന്നതാണ് നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു ഭാഗത്ത് തമ്പടിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ MLA-മാരും MP-മാരും മറ്റ് നേതാക്കളും തമ്പടിച്ചുകൊണ്ട് UDF-ന് വേണ്ടിയും വലിയ രീതിയിലുള്ള പ്രചരണം അവിടെ കണ്ടു. ഇനി മിനിറ്റുകൾ മാത്രം അവശേഷിക്കുന്നു. 3 മിനിറ്റ് മാത്രമാണ് നിലമ്പൂരിലെ പരസ്യ പ്രചരണം അവസാനിക്കാൻ ബാക്കിയുള്ളത്. നാളെ നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. നമുക്ക് അറിയാം, ആവേശം ഇത്ര അലതല്ലുമ്പോഴും യാതൊരു തരത്തിലും ഒരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാതെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന്റെ ആവേശം കെട്ടടങ്ങുകയാണ്. പരസ്യ പ്രചരണം കെട്ടടങ്ങുകയാണ്. വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ഒരു അനിഷ്ട സംഭവവും ഉണ്ടാകാതിരിക്കാനുള്ള വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു. നേതാക്കന്മാരും ആ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ പ്രവർത്തകർക്ക് നൽകിയിരുന്നു. ഇപ്പോൾ എന്തായാലും ആവേശം അലതല്ലിയ തെരഞ്ഞെടുപ്പ് പൂരം പൊട്ടിയിറങ്ങുന്നു. പക്ഷേ ഇനി മിനിറ്റുകൾ മാത്രം, ഇനി 2 മിനിറ്റ് മാത്രം അവശേഷിക്കുന്നു. യാതൊരു അനിഷ്ട സംഭവങ്ങളും ഇല്ലാതെ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിക്കുകയാണ്. മിനിറ്റ് മാത്രം, 2 മിനിറ്റ് മാത്രം അവശേഷിക്കുകയാണ്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ നേതാക്കളും അവിടെ എത്തി തമ്പടിച്ചതാണ്. പുറത്തു നിന്നുള്ള നേതാക്കൾ ഇനി അവിടെ നിന്ന് പോകേണ്ടി വരും. ഇനി നിലമ്പൂറുകാർക്ക് നിശബ്ദമായി അവർക്ക് ആലോചിക്കാനും അവർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാനുമുള്ള ദിവസമാണ്. അതോടൊപ്പം തന്നെ കഴിയുന്നത്ര പ്രവർത്തകരെ നേരിട്ട് കണ്ടും കഴിയുന്നത്ര ആളുകളെ തെരഞ്ഞെടുപ്പ് ബൂത്തിൽ എത്തിക്കാനുമുള്ള തന്ത്രങ്ങൾ ഒരുക്കാനും അതിനുള്ള നീക്കങ്ങൾ നടത്താനുമുള്ള സമയമാണ് മുന്നണികളെ സംബന്ധിച്ച്. നാളെയുള്ള നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം 19-ന് നിലമ്പൂരിലെ ജനങ്ങൾ വിധി എഴുതും. അത് ഒരുപാട് മാനങ്ങളുള്ള വിധിയായിരിക്കും. ഈ കേരള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന വിധിയായിരിക്കും 19-ന് നിലമ്പൂരിലെ ജനങ്ങൾ രേഖപ്പെടുത്തുക. അത് 23-ന് കേരളം ചർച്ച ചെയ്യും. 23-ന് നിലമ്പൂരിലെ ജനങ്ങൾ എഴുതുന്ന ഫലം എന്ത് എന്നത് കേരളം അറിയും, കേരളം ചർച്ച ചെയ്യും. അതിന്റെ നാന്ദി കുറിച്ചുകൊണ്ടായിരിക്കും, അതിൽ പിടിച്ചുകൊണ്ടായിരിക്കും പിന്നീട് കേരള രാഷ്ട്രീയം മുന്നോട്ട് പോവുക. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന വലിയ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകാൻ മുന്നണികൾക്ക് ആവേശം നൽകുന്നത്, അല്ലെങ്കിൽ തന്ത്രങ്ങൾ ഒരുക്കാൻ, ഇനി വരുന്ന കേടുപാടുകൾ തീർത്ത് മുന്നോട്ട് പോകാൻ നിർദ്ദേശം നൽകുന്ന, അല്ലെങ്കിൽ അതിന് ചൂണ്ടുവിരലാകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് 23-ന് വരാൻ പോകുന്നത്. വലിയ ആവേശം. ഇനി 1 മിനിറ്റിന്റെ മാത്രം അകലത്തിൽ, ഇനി 1 മിനിറ്റ് മാത്രമാണ് പരസ്യ പ്രചരണം അവസാനിക്കാൻ നിലമ്പൂരിൽ ബാക്കിയുള്ളത്. 1 മിനിറ്റ്, 23 ദിവസം നീണ്ട പ്രചണ്ഡ പ്രചരണം അവസാനിക്കാൻ 1 മിനിറ്റ് മാത്രം അവശേഷിക്കുന്നു. നിലമ്പൂർ ഇനി നിശബ്ദ പ്രചരണത്തിലേക്ക് കടക്കുകയാണ്. 6 മണി മുതൽ നിശബ്ദ പ്രചരണത്തിലേക്കാണ് നാളത്തെ ഒരു ദിവസം. നിശബ്ദമായി സ്വസ്ഥമായി നിലമ്പൂരിലെ ജനങ്ങൾ ആലോചിച്ചുറപ്പിച്ച് 19-ന് അവർ വിധി എഴുതും. കേരളം 23-ന് ആ വിധി എന്ത് എന്നതറിയും. ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ടോ? UDF-ന് അനുകൂലമായ സാഹചര്യമുണ്ടോ? അതോ UDF വീണ്ടും പുറകിലേക്ക് പോകുന്നോ? ഇതൊക്കെ കാണാം. പരസ്യ
പ്രചരണം അവസാനിച്ചിരിക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചരണത്തിന്റെ സമയം അവസാനിച്ചിരിക്കുന്നു. ഇനി വാഹനങ്ങൾ ഒപ്പം പ്രവർത്തകർ അവർ പിരിഞ്ഞു പോകുന്ന സമയമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചരണത്തിനുള്ള സമയം അവസാനിച്ചിരിക്കുന്നു. 6 മണിയായിരിക്കുന്നു. ചരിത്ര സമയം അവസാനിച്ചിരിക്കുന്നു. പരസ്യ പ്രചരണത്തിന്റെ സമയം അവസാനിച്ചിരിക്കുന്നു. 6 മണിയാകുന്നു. ഇനി സമാധാനപൂർവ്വം പിരിഞ്ഞു പോകാനുള്ള സമയമാണ്. അതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ സജ്ജമാണ്. യെസ്, പ്രവർത്തകരെല്ലാം പിരിഞ്ഞു പോകുന്നു. പരസ്യ പ്രചരണം കൊട്ടിക്കലാശിച്ചു. ആവേശ കാഴ്ചകൾ കഴിഞ്ഞ ഒരു 4 മണിക്കൂറുകളായി നിലമ്പൂരിലെ നഗരമധ്യത്തിലുണ്ടായിരുന്ന ആ ആവേശ കാഴ്ചകൾക്ക് അവസാനമാകുന്നു. പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നു. ആ ദൃശ്യങ്ങൾ ആണിപ്പോൾ കാണുന്നത്. പ്രവർത്തകരെല്ലാം മഴയിൽ കുതിരാത്ത ആവേശവുമായി കാത്തുനിന്ന പ്രവർത്തകർ, തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അണിനിരന്ന പ്രവർത്തകർ ഇപ്പോൾ പിരിഞ്ഞു പോവുകയാണ്. അങ്ങനെ നിശബ്ദ പ്രചരണത്തിലേക്കാണ് ഇനി ഒരു ദിവസം. പരസ്യ പ്രചരണത്തിന്റെ ഈ അവസാന ദിവസം കാര്യമായ ഒരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടാവാതെ അതിനെ കൈകാര്യം ചെയ്യാൻ പോലീസ് സംവിധാനങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇടതു പ്രവർത്തകർ നിൽക്കുന്നതിന്റെ അരികിലൂടെയായിരുന്നു UDF പ്രവർത്തകർ റോഡ് ഷോയുമായി കടന്നുപോയത്. അതുകൊണ്ട് പ്രവർത്തകർക്ക് ഇടയിൽ ഒരു സംഘർഷം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേക ജാഗ്രത, അതിന് അതിർത്തി നിർത്തിക്കുന്ന രീതിയിൽ പോലീസ് സേനാംഗങ്ങൾ സജ്ജമായിരുന്നു. പക്ഷേ ഒന്നും വേണ്ടി വന്നില്ല. ഒരു സംഘർഷവും ഉണ്ടാവാതെ തന്നെ ഈ പരസ്യ പ്രചരണം കൊട്ടിക്കലാശിച്ചിരിക്കുന്നു. അങ്ങനെ പ്രവർത്തകർ പിരിഞ്ഞു പോവുകയാണ്. ഇനി നിലമ്പൂരിന് ഒരു പകൽ ദിനത്തിന്റെ കാത്തിരിപ്പ്. നാളെ നിശബ്ദ പ്രചരണം, അതിനുശേഷം പോളിംഗ് ബൂത്തിലേക്ക്. ഈ ദിവസങ്ങളിൽ കൊട്ടിഘോഷിച്ച് നടന്ന ഈ പ്രചരണങ്ങൾക്കൊടുവിൽ ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കുമെന്നുവെന്ന നിർണായകമായ ജനവിധി കുറിക്കാൻ ഇനി ഒരു ദിവസത്തെ കാത്തിരിപ്പ് മാത്രം. ഇനി ഒരു ദിവസത്തെ കാത്തിരിപ്പാണ്. നാളെ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നതാണ്. നിലമ്പൂർ ടൗണിലെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആവേശമലതല്ലിയ ഏതാണ്ട് 5 മണിക്കൂർ സമയമാണ് നിലമ്പൂർ ടൗണിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പരസ്യ പ്രചരണം അവസാനിച്ചു. കൊടിതോരണങ്ങൾ താഴ്ത്തി പ്രവർത്തകർ പിരിഞ്ഞു പോവുകയാണ്. നിലമ്പൂരിനെ സംബന്ധിച്ച് ഈ 23 ദിവസം ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഒരുപാട് രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. ഒരുപാട് തരത്തിൽ വിഷയങ്ങൾ മാറി മറിഞ്ഞു. വർഗീയ സംഘടനകളുമായുള്ള ബന്ധം എന്നതൊക്കെ വലിയ രീതിയിൽ ചർച്ചയായി. അപ്പോഴും നേതാക്കൾ തമ്മിൽ ഊഷ്മളമായ സൗഹൃദം നമ്മൾ കാണുന്നുണ്ട്. പുറത്തുവെച്ച് പ്രചരണ രംഗത്ത് പുറത്തുവെച്ചൊക്കെ കാണുമ്പോൾ നേതാക്കൾ എങ്ങനെ ഊഷ്മളമായി ഇടപെട്ടോ അതിന്റെ ആ സന്ദേശം ജനങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്നു, പ്രവർത്തകരും ഉൾക്കൊണ്ടിരിക്കുന്നു. അവർ വളരെ സമാധാനപൂർവ്വം, നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ 3 മുന്നണിയുടെ പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പ് പോരിൽ ഒരുമിച്ച് കണ്ട ഇടമാണ്. പക്ഷെ അവർ വളരെ സൗഹാർദ്ദപൂർവ്വം സമാധാനപൂർവ്വം പിരിഞ്ഞു പോവുകയാണ്. വളരെ സമാധാനപൂർവ്വം പരസ്യ പ്രചരണം അവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിലമ്പൂരുകാർ എല്ലാം ആലോചിച്ചുറപ്പിച്ച മട്ടിലാണ്. പ്രചരണ രംഗത്ത് നമുക്ക് കണ്ടാൽ, അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അവർ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച നിലയാണ്. അവർ ഈ പരസ്യ പ്രചരണങ്ങളൊക്കെ നിശബ്ദം നോക്കി കാണുകയായിരുന്നു. ഇപ്പോൾ ഇനി ശരിക്കും നിശബ്ദതയിൽ അവർ ആലോചിക്കും ഒന്നുകൂടി. എന്നിട്ട് അവർ വോട്ട് രേഖപ്പെടുത്തും. ആ വോട്ട് അവർ സമ്മതിദാനാവകാശം വിനിയോഗിക്കുമ്പോൾ അത് മഷിയടയാളത്തിൽ അവരുടെ വോട്ട് വിരലുകളിൽ രേഖപ്പെടുത്തപ്പെടും. അത് 19-നാണ്. നാളെ ഒരു ദിവസം നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. 19-ന് അവർ വിധി എഴുതും. അവരുടെ ചൂണ്ടുവിരലിൽ മഷി പുരളും. അതിനുശേഷം 23-ന് കേരളം ആ ഫലം അറിയും. 23-ന് അറിയുന്ന ആ ഫലം കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാകും. ഇതുവരെ ഒരു ഉപതെരഞ്ഞെടുപ്പിനും ഉണ്ടാകാത്ത രാഷ്ട്രീയ പ്രസക്തി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിനുണ്ട്. അത് 2026 ആര് എന്നതിൻ്റെ ചൂണ്ടുപലകയാണ് എന്നതാണ്. ഒപ്പം അൻവർ എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ, അദ്ദേഹത്തിന് എന്തെങ്കിലും ഭാവി ഇനി ഉണ്ടോ എന്നത് നിലമ്പൂരിലെ ജനങ്ങൾ തീരുമാനിക്കും. അതും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നടക്കും. ആര്യാടൻ ഷൗക്കത്ത് നിയമസഭയിലേക്ക് എത്തുമോ, അതോ തുടർ ഭരണത്തിലും നഷ്ടപ്പെട്ട അവസരം അല്ലെങ്കിൽ നിയമസഭ മിസ് ചെയ്ത സ്വരാജ് നിയമസഭയിലേക്ക് എത്തുമോ ചുരുങ്ങിയ കാലയളവിലേക്കെങ്കിലും എന്നതൊക്കെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും നിലമ്പൂരിലെ ജനങ്ങൾ അവരുടെ ഈ 23 ദിവസം നീണ്ട ശബ്ദ കോലാഹലങ്ങളും വളരെ തിരക്കും ഒക്കെ അനുഭവിച്ച ദിവസങ്ങളാണ് നിലമ്പൂരുകാരെ സംബന്ധിച്ച് കടന്നുപോയിരിക്കുന്നത്. വീണ്ടും വീണ്ടും എത്തിയ ഉപതെരഞ്ഞെടുപ്പുകൾ അവർക്ക് ഒരു പരിധിവരെ ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോൾ കച്ചവട സ്ഥാപനങ്ങൾക്കും മറ്റും അത് ഉണർവുണ്ടാക്കി എന്നതാണ് PV അൻവർ പറയുന്നത്. അങ്ങനെ തൻ്റെ രാജി ജനങ്ങൾക്ക് അനുകൂലമാകുന്ന, ഒരു പഞ്ഞകാലത്ത് അവർക്ക് അനുകൂലമാകുന്ന, അനുഗ്രഹമാകുന്ന സാഹചര്യം ഉണ്ടാക്കിയെന്ന് അൻവർ പറയുന്നു. എന്തായാലും അത് എന്താണ് എന്നത് അവർ തന്നെ തീരുമാനിക്കേണ്ടതാണ്. ഉപതെരഞ്ഞെടുപ്പുകൾ അവരെ അസ്വസ്ഥരാക്കുന്നുണ്ടോ, രാഷ്ട്രീയക്കാരുടെ വരവും പോക്കുമൊക്കെ അവരെ എങ്ങനെ
എങ്ങനെ സ്വാധീനിച്ചു എന്നതൊക്കെ അവർ ഒരു വോട്ടായി രേഖപ്പെടുത്തും. അതിന്റെ ഫലം നമുക്ക് 23-ന് അറിയാം. എന്തായാലും നിശബ്ദ പ്രചരണം തുടങ്ങിയിരിക്കുകയാണ് നിലമ്പൂരിൽ. പരസ്യ പ്രചരണം അവസാനിച്ചിരിക്കുന്നു. നിശബ്ദമായി പ്രവർത്തകർ നിലമ്പൂർ ടൗൺ വിടുന്ന കാഴ്ചയാണ് നമ്മൾ അവിടെ കാണുന്നത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.